ഹലോ മക്കളെ, അരുണിമ മിസ്സാണ്. എല്ലാവരും LSSന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്ക് എന്താണ് ഇന്ന് പറയാനുള്ളതെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ അതിർത്തികളെക്കുറിച്ചും ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ 150ാം ജന്മദിനമാണ് ഈ വർഷം ആചരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരുടെ ജന്മദിനമാണ് ഈ 150ാം വർഷമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെയും ജന്മദിനം കൃത്യമായിട്ട് പഠിക്കുന്നില്ല, ഗാന്ധിജിയുടേത് ഒഴിച്ചിട്ട്. ബാക്കി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നേതാവിൻ്റെതാണ് ചോദ്യമായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് പാനിക് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. കാരണം LSSന് നമുക്ക് GK എന്ന് പറയുന്ന ഒരു പോർഷൻ വരാറുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും ഒരു ആനുകാലിക പ്രസക്തി ആ വർഷത്തിനോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വർഷം 150ാം ജന്മദിനമായിട്ട് ആചരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മഹാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 31. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് LSSന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ പ്രാണ ബാച്ച് ഉള്ളത്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. LSSന് വേണ്ടി മാത്രമല്ല കേട്ടോ, വരാൻ വേണ്ടി പോകുന്ന ക്രിസ്മസ് എക്സാമിനും അതേപോലെ തന്നെ ആനുവൽ എക്സാമിനും വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്.